ഒരു ഹാപ്പി വിഷു പറഞ്ഞു കഴിഞ്ഞാൽ കേസും കോടതിയും വരെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പല ബിസിനസ് ഓണേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്. ഏതെങ്കിലും സ്പെഷ്യൽ ഡേയ്സിനോ അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 2-3 ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെ ആയിരിക്കും നമ്മൾക്കും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരുന്നത്. ഏതെങ്കിലും ഒരു ഡിസൈനറിനെ കണ്ടുപിടിച്ചിട്ട് പറയും നല്ല ക്രിയേറ്റീവ് ആയിരിക്കണം, 10 ആൾ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറയണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നമ്മളുടെ പ്രോഡക്റ്റോ സർവീസ് എങ്ങനെങ്കിലും അതിൽ കുത്തിക്കയറ്റി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ആ മൊമെന്റിൽ തന്നെ പരിപാടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ബ്രാൻഡ് ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ കൾച്ചറൽ ഗാർഡ് റെയിൽസോ ഒന്നും ചെക്ക് ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ അപ്രൂവൽ എടുക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല. ഒരുപാട് ബിസിനസ്സുകളും പിന്നെ ബ്രാൻഡ്സ് ലൈക്ക് സൊമാറ്റോ, സ്വിഗ്ഗി, അമൂലൊക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് ഓരോ സ്പെഷ്യൽ ഡേയ്സിലും ക്യാമ്പയിൻസ് ആവട്ടെ അല്ലെങ്കിൽ കോണ്ടന്റ് ആവട്ടെ ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ പ്ലാൻ ചെയ്യാനും റിവ്യൂ ചെയ്യാനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീംസും ഉണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ സ്പെഷ്യൽ ഡേയ്സിനും വന്ന് വിഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് കാരണം നിങ്ങളുടെ ഓഡിയൻസിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്തില്ലെന്നും പറഞ്ഞ് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. വെറുതെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കുന്നതിനേക്കാളും നല്ലത് മിണ്ടാതിരിക്കുന്നതാണ്.